നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെകുത്താനും കടലിനും ഇടയിലാണ് കോൺഗ്രസ്. ബിജെപി ആകട്ടെ രണ്ടായാലും വൻ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടനത്തിന് പോയാൽ ന്യൂനപക്ഷം പിണങ്ങുമെന്ന പേടിയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകുന്ന സൂചന. പോയില്ലേൽ ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദു വോട്ട് വെള്ളത്തിലാകുമത്രേ. ഇതോടെ അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലുമാണ്. പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലെ ഭൂരിപക്ഷം കക്ഷികളും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് കടുത്ത സമ്മർദ്ദത്തിലായി. CPM-ന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി. രാമക്ഷേത്ര പ്രതിഷ്ഠാദിന ചടങ്ങിനുള്ള ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചുവെന്ന് സോണിയാഗാന്ധിയോ അവർ നിർദ്ദേശിക്കുന്ന നേതാക്കളോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ദിഗ്വിജയ് സിംഗ് നേതൃത്വത്തെ മറികടന്ന് വെടിപൊട്ടിച്ചു. ഉത്തരേന്ത്യയിൽ അയോധ്യ വിഷയം BJP വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുമെന്നതിനാൽ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പറയാനും കോൺഗ്രസിന് ധൈര്യമില്ല. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പയറ്റി നോക്കിയതും കോൺഗ്രസിന് ഇപ്പോഴത്തെ പ്രതിസന്ധിയാണ്. ഇന്ത്യ സഖ്യത്തിൽ നിന്നും പാർട്ടിയുടെ ചില സംസ്ഥാന ഘടകങ്ങളിൽ നിന്നും എതിർസ്വരം ഉയർന്ന തുടങ്ങിയതോടെ AICC നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലുമായി. പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കില്ല എന്ന മമതാ ബാനർജിയും വ്യക്തമാക്കി. മതനിരപേക്ഷത തകർത്ത നീക്കമെന്ന പ്രതികരണത്തിലൂടെ സമാജ്വാദി പാർട്ടിയും RJDയും പിൻവലിഞ്ഞു. അയോധ്യയിലേക്കില്ല എന്ന CPM-ഉം നിലപാടെടുത്തു. അയോധ്യയിൽ ശ്രീരാമന് ക്ഷേത്രം ഉയർന്നപ്പോൾ ബീഹാറിലെ സീതാമർഹിയിൽ സീതയ്ക്ക് ക്ഷേത്രം പണിയുമെന്ന് നിതീഷ് കുമാറും വെല്ലുവിളിച്ചു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭൂരിപക്ഷ നിലപാട് മറികടന്ന് മുൻപോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന് പരിമിതികളുണ്ട്. അയോധ്യയിൽ ജനുവരി 22 നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും പങ്കെടുക്കില്ല. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം കാമേശ്വർ ചൌപാലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായ കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ചത് സഖ്യകക്ഷികളെ വെട്ടിലാക്കിയിരുന്നു. ദീർഘകാലം BJPയുടെ സഖ്യകക്ഷിയായിരുന്ന ജനതാദളിന്റെ നേതാവായ നിതീഷ് മുന്നണി മാറിയെങ്കിലും രാമക്ഷേത്ര വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അയോധ്യ തർക്കഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടു നൽകിയ സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ നിതീഷ് സ്വാഗതം ചെയ്തിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തെ തുടക്കം മുതൽ എതിർത്തിരുന്ന നേതാവാണ് ലാലു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ബീഹാറിലെ സമസ്തിപുരയിൽ അയോധ്യ രഥയാത്ര തടഞ്ഞ് LK അഡ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം രാമക്ഷേത്ര സമർപ്പണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 30-നായിരിക്കും ഈ ഉദ്ഘാടനം. അതിനുശേഷം പ്രധാനമന്ത്രി മോദി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുമെന്നും റോഡ് ഷോ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. അയോധ്യയിൽ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ജനുവരി 22 രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായാണ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും പോവുക. പ്രധാനമന്ത്രി ആദ്യം അയോധ്യ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുമെന്നും തുടർന്ന് റോഡ് ഷോയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമെന്നും അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ വാർത്താ ഏജൻസിയായ PTIയോട് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത്, അമൃത് ഭാരത് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ സ്റ്റേഷൻ മുതൽ വിമാനത്താവളം വരെ 5 കിലോമീറ്റർ നീളമുള്ള മേൽപ്പാലത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും.